ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഐഫോൺ എല്ലാം യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഐഫോണിൽ നമ്മുടെ ലൊക്കേഷൻ എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടവരുമായി എല്ലാം ഷെയർ ചെയ്യാറുണ്ട്. ഇപ്പോൾ നിങ്ങളൊരു യാത്രയിലെല്ലാം ആണെങ്കിൽ നിങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട 2-3 ആളുകൾക്ക് അല്ലെങ്കിൽ എത്രയാണോ ആളുകളെ എല്ലാം ആഡ് ചെയ്ത് അവർക്ക് ഈ ലൊക്കേഷൻ എല്ലാം ഷെയർ ചെയ്യും. അതിനാൽ തന്നെ അവർക്ക് ലൈവ് ലൊക്കേഷൻ എല്ലാം തന്നെ നിങ്ങളുടെ കാണാനും സാധിക്കും. എന്നാൽ ഇവിടെ വരുന്നൊരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഇപ്പോൾ എന്തെങ്കിലും ഒരു ഷോപ്പിലെല്ലാം പോയി ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എല്ലാം വാങ്ങണം. അപ്പോൾ ഈ യാത്രക്കിടയിൽ നിങ്ങളിങ്ങനെ മറ്റെന്തെങ്കിലും ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ ഈ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് എല്ലാം വാങ്ങുന്നതിന് ഷോപ്പിലെല്ലാം പോകുന്നതെല്ലാം അവർക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾ ആ ഒരു ഷോപ്പിൽ കയറി എന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ തന്നെ കുറച്ച് നേരത്തേക്ക് നമുക്ക് ഈ ലൊക്കേഷൻ ഷെയറിംഗ് എല്ലാം എങ്ങനെയാണ് ഓഫ് ചെയ്യുക? ഇതിനായി സാധാരണയായി നമുക്ക് വരുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്, ഇവിടെ ഈ ഒരു ഐഫോണിൻ്റെ മുകളിൽ ഇതുപോലെ സ്വൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ വന്നിരിക്കുന്ന എയർപ്ലെയിൻ മോഡ് ജസ്റ്റ് ഓൺ ചെയ്യുക എന്നതാണ്. അപ്പോൾ നമുക്ക് ആ ഒരു നെറ്റ്വർക്ക് എല്ലാം തന്നെ ഇവിടെ ഓഫ് ആവുകയും അതിനാൽ തന്നെ മറ്റുള്ളവർക്ക് നമ്മളെ ട്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ലൊക്കേഷൻ ലാസ്റ്റ് എവിടെയാണോ അവിടെ മാത്രമായിരിക്കും കാണിക്കുക. അതിനുശേഷം ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാനൊന്നും പറ്റില്ല. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോഴുള്ളൊരു കാര്യം, നിങ്ങൾക്ക് കോളോ അല്ലെങ്കിൽ അർജൻറ്റ് മെസ്സേജസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. അതിനാൽ തന്നെ എയർപ്ലെയിൻ മോഡ് അല്ലാതെ നമുക്ക് ഈ ഒരു കാര്യം എങ്ങനെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും, ഇതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എയർപ്ലെയിൻ മോഡ് ഇത് അത്രത്തോളം പ്രാക്ടിക്കൽ അല്ല എങ്കിൽ നമുക്ക് വേറെ 2 മാർഗ്ഗങ്ങളിലൂടെ ഇത് സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് എന്ന് നോക്കാം. ഇതിനായി നമ്മുടെ ഐഫോണിൽ നമ്മൾ ലൊക്കേഷൻ എല്ലാം ഇതുപോലെ ലൈവായി ഷെയർ ചെയ്യുന്നതിനെല്ലാം ഈ ഒരു ഫൈൻഡ് മൈ ഡിവൈസ് ഈ ഒരു കാര്യമെല്ലാമാണ് യൂസ് ചെയ്യുക. സ്റ്റാർട്ട് ഷെയറിംഗ് ലൊക്കേഷൻ എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് വേണ്ടപ്പെട്ടവരെ ഇവിടെ ആഡ് ചെയ്യാം. അപ്പോൾ ഇത്തരത്തിൽ ഇവിടെ ഞാൻ ആഡ് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ആരുടെ നെയിമും ഇവിടെ കാണിക്കാത്തത് അല്ലെങ്കിൽ ആരുടെ ഐഡിയും ഇവിടെ കാണിക്കാത്തത്. നമ്മൾ ഇങ്ങനെ ഷെയർ ചെയ്തവരുടെ ഇൻഫർമേഷൻ എല്ലാം ഇവിടെ കാണാൻ സാധിക്കും. ഇത്തരത്തിൽ നമ്മൾ ഷെയറിംഗ് ഓൺ ചെയ്യുകയാണെങ്കിൽ പിന്നീട് അവർക്ക് നമ്മളെ ലൈവായി തന്നെ ട്രാക്ക് ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ ഐഫോൺ എങ്ങോട്ടെല്ലാമാണോ പോകുന്നത് ഇതെല്ലാം തന്നെ ലൈവായി ആ ലൊക്കേഷൻ എല്ലാം അവർക്ക് ട്രാക്ക് ചെയ്യാം. എന്നാൽ ഇനി ഇത് സ്റ്റോക്ക് ചെയ്യുന്നതിന് നമുക്ക് മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇവിടെ ഈ ഫൈൻഡ് മൈ ഡിവൈസിൽ പോയതിന് ശേഷം ഇവിടെ മീ എന്നതിൽ ടാപ്പ് ചെയ്ത് ഇവിടെ ഷെയർ മൈ ലൊക്കേഷൻ എന്നത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഇത്തരത്തിൽ ഷെയർ മൈ ലൊക്കേഷൻ ഓഫ് ചെയ്ത് വയ്ക്കുമ്പോഴുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, അവർക്ക് ഈ ഒരു കാര്യം, അതായത് ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു കാര്യം, അതായത് നമ്മുടെ ലൊക്കേഷൻ ഷെയറിംഗ് എല്ലാം തന്നെ ക്ലോസ് ചെയ്തിട്ടുണ്ട് എന്നെല്ലാം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിനാൽ തന്നെ ഇങ്ങനെ നമ്മൾ ഷെയർ ലൊക്കേഷൻ ക്ലോസ് ചെയ്യാതെ നമുക്ക് ഇതെങ്ങനെ ചെയ്യാൻ സാധിക്കും? ഇതിനായി നമുക്ക് മറ്റൊരു മെത്തേഡ് എല്ലാം യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ചെയ്യുന്നതിന് വേണ്ടി വീണ്ടും നമ്മൾ ഇതുപോലെ ഈ ഫൈൻഡ് മൈ ഡിവൈസിൽ തന്നെയാണ് പോകുന്നത്. അതിനുശേഷം നമ്മൾ ഇവിടെ ലാസ്റ്റ് മീ എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇവിടെ നിങ്ങൾക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, ഷെയറിംഗ് ഫ്രം ദിസ് ഐഫോൺ എന്നത്. ഇപ്പോൾ എൻ്റെ ഈ ഒരു ഐഫോണിൻ്റെ ലൊക്കേഷനാണ് ഷെയർ ചെയ്യുന്നത്. എന്നാൽ നിങ്ങൾക്ക് മറ്റൊരു ആപ്പിൾ ഡിവൈസ് എല്ലാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റൊരു ഐഫോൺ എല്ലാം ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇതേ ഐ ഡി എല്ലാം വച്ചാണ് ലോഗിൻ ചെയ്തിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് ഈ ഷെയറിംഗ് ഫ്രം എന്നത് ഇത് ഇവിടെ ദിസ് ഐഫോൺ എന്ന് മാറ്റി ആ ഒരു ഡിവൈസിൻ്റേതാക്കി മാറ്റാം. അതായത് നിങ്ങൾ ലോഗിൻ ചെയ്തിരിക്കുന്ന മറ്റൊരു ഡിവൈസിൻ്റേത് ഇവിടെ ദിസ് ഐഫോൺ എന്ന് ചേഞ്ച് ചെയ്ത് ആ ഒരു ലൊക്കേഷൻ എല്ലാം കൊടുക്കാം. അതിനുശേഷം നിങ്ങൾക്കത് കാറിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും വയ്ക്കുകയാണെങ്കിൽ ആ ഒരു ലൊക്കേഷനായിരിക്കും പിന്നെ മറ്റുള്ളവർക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കുക. അതിനാൽ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സാധനമെല്ലാം വാങ്ങിയതിന് ശേഷം വീണ്ടും വന്ന് നിങ്ങൾക്ക് സ്റ്റാർട്ട് ഷെയറിംഗ് ഫ്രം ദിസ് ഐഫോൺ എന്ന് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ ഇതൊരു മറ്റൊരു തരത്തിലുള്ള ഒരു മെത്തേഡാണ്. അപ്പോൾ ഇത്തരത്തിലെല്ലാമാണ് നമുക്ക് ഈ ലൈവ് ട്രാക്കിംഗ് എല്ലാം തന്നെ കുറച്ച് നേരത്തേക്ക് ഓഫ് ചെയ്യണമെങ്കിലെല്ലാം സാധിക്കുക. വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്